അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അള്ളാഹു നമുക്ക് കർമ്മങ്ങളൊക്കെ യഥാർത്ഥ രീതിയിൽ യഥാവിധിയിൽ ആത്മാർത്ഥതയോടെ നിഷ്കളങ്കമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങി കുളിച്ചു വൃത്തിയായി യാത്രക്ക് മുമ്പ് നിസ്കരിക്കേണ്ട 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചു, റബ്ബിനോട് ദുആ. ഇനി നമ്മൾ നമ്മുടെ ബാഗ് സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ലഗേജ് നമുക്ക് കൊണ്ടുപോകാനുള്ള സാധന സാമഗ്രികളെല്ലാം ലഗേജിൽ ആദ്യമേ വച്ചിട്ടുണ്ടാവണം. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലഗേജ് ചെക്ക് ചെയ്യലൊക്കെ മുമ്പേ കഴിഞ്ഞിട്ടാണ് ലഗേജ്. അതുപോലെ ഹാൻഡ് ബാഗിൽ നമ്മുടെ പാസ്പോർട്ട് അതുപോലെ സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതല്ല ഇനിയിപ്പോൾ ട്രാവൽസിൻ്റെ കയ്യിലാണെങ്കിൽ അവരുടെ കയ്യിലുണ്ടാവും. അത് നമ്മുടെ കയ്യിലാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു രേഖകളും അവർ തന്നിട്ടുണ്ടെങ്കിൽ ആ രേഖകൾ എടുക്കാൻ നാം മറക്കരുത്. അത് ഹാൻഡ് ബാഗിൽ ഉണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതില്ലാതെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ട് കാര്യമില്ലല്ലോ. അഥവാ നിങ്ങളുടെ പാസ്പോർട്ടും രേഖകളൊക്കെ ട്രാവൽസിൻ്റെ കയ്യിലാണ് ഉള്ളതെങ്കിൽ അത് അവർ എയർപോർട്ടിലേക്ക് എത്തിക്കും. എയർപോർട്ടിലേക്ക് എത്തിക്കുമ്പോൾ എയർപോർട്ടിൽ വച്ചിട്ട് അവർ നിങ്ങൾക്കത് തരും. എയർപോർട്ടിലേക്ക് കയറുന്നതിന് മുമ്പ്, ചെക്കപ്പിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് എല്ലാവരുടെ പാസ്പോർട്ടും അവരുടെ വിസയുടെ കോപ്പിയും ടിക്കറ്റിൻ്റെ കോപ്പിയും ഒക്കെ നിങ്ങളുടെ കയ്യിലേക്ക് തരും. അതെല്ലാവരും ഭദ്രമായിട്ട് ഹാൻഡ് ബാഗിൽ വെക്കണം. പിന്നൊരു കാര്യമുണ്ട്, ഹാൻഡ് ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ അത് ലഗേജിലല്ല, ഹാൻഡ് ബാഗിൽ തന്നെ വെക്കണം കേട്ടോ. നമുക്ക് എപ്പോഴും ആവശ്യം വരും. നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും വിസയൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. അത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. അത് ഹാൻഡ് ബാഗിൽ വെച്ചാൽ മാത്രം പോരാ, അത് പോകാതെ നോക്കും വേണം. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ കയ്യിലേക്ക് പാസ്പോർട്ട് തന്നാൽ പിന്നെ അത് പോകരുത്. പോയാൽ പിന്നെ കഥ കഴിഞ്ഞു, പിന്നെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഉംറ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പോഴും നമ്മളെ ചിലപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ടോ, നമുക്ക് ഒന്നും പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. ഒരാൾക്കും നിങ്ങളെ സഹായിക്കാനും കഴിയില്ല. അതുകൊണ്ട് വയസ്സായവരുണ്ടെങ്കിൽ, അവരുടെ കൂടെ ആളുകളുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം കാര്യം. ആരും വയസ്സായവരൊന്നും ഒറ്റയ്ക്ക് ഉംറയ്ക്ക് വിടരുന്ന് പറയാനുള്ള കാരണം എന്താ? ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കാൻ കൂടെ ഒരാൾ വേണമെന്ന് പറയാനുള്ള കാരണം ഇത്തരം കാര്യങ്ങൾ. നമ്മുടെ നാട്ടിലത്തെ വയസ്സായവരൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ ആളുകൾ വേണമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇതും കൂടിയാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ലല്ലോ. നമ്മൾ വിദേശത്തേക്ക് പോവല്ലേ, ആകെ ഒരു രേഖയുള്ളത് ഈ പാസ്പോർട്ടാണ്, നമ്മുടെ വിസയും ടിക്കറ്റൊക്കെയാണ്. ഇത് പോയാൽ പിന്നെ എല്ലാം പോയി. അതുകൊണ്ട് നമ്മൾ മൂത്രമൊഴിക്കാൻ പോകും, ടോയ്ലറ്റിലേക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹാൻഡ് ബാഗ് എവിടെയെങ്കിലും വെച്ചുകൊണ്ട് നിങ്ങൾ പോകരുത്. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. വയസ്സായ ഉമ്മമാരോ വല്യപ്പമാരോ, ഇനി ശ്രദ്ധിക്കാത്തവരോ പലരും ഉണ്ടാവും, കുട്ടികളുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. അവരുടെ ഹാൻഡ് ബാഗിൽ നമ്മുടെ രേഖകൾ ഉണ്ട് എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം, വളരെ ഓർമ്മ വേണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഹാൻഡ് ബാഗ് തൂക്കിയിട്ട് പോകാൻ പറ്റില്ല. കാരണം നിലത്തൊക്കെ മുട്ടുമാകാമെന്ന് നിജസ്ഥാവും, നമുക്ക് പിന്നെ അത് ഇട്ട് നടക്കാൻ കഴിയില്ല. അപ്പോൾ ഹാൻഡ് ബാഗ് എവിടെയെങ്കിലും ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം. എന്നിട്ട് പറയണം, ഞാൻ പോയി വരുന്നത് വരെ നീ ഇവിടെ ഇരിക്കട്ടോ, ഹാൻഡ് ബാഗ് പിടിച്ചിരിക്കട്ടോ, എന്നിട്ട് ഞാൻ പോയി വന്നതിൻ്റെ ശേഷം നിനക്ക് പോയാൽ മതി. അല്ലാതെ നീ എന്ത് ചെയ്യരുത്, ഞാൻ വരുന്നതിന് മുമ്പ് പോകരുത്. നീ ഇവിടെ വെച്ചിട്ട് പോയാൽ അത് ആരെങ്കിലും എവിടെയെങ്കിലും മാറി എടുത്തിട്ട് പോയാലോ, എവിടെയെങ്കിലും വീണുപോയി ആരെങ്കിലും മാറിക്കൊണ്ടുപോയി, പലതും സംഭവിക്കാലോ. അതുകൊണ്ട് ഹാൻഡ് ബാഗ് ഉത്തരവാദിത്തത്തോട് കൂടെ തന്നെ സൂക്ഷിക്കണം. ഒരാളെ ഏൽപ്പിക്കാതെ എവിടെയെങ്കിലും വച്ചിട്ട് ആരും പോകരുത്. അതിനൊന്നും ട്രാവൽസോ അമീർമാർ ആരും ഉത്തരവാദിയാവില്ല. ഉണ്ടാകുന്ന കാര്യങ്ങൾ അവരവർ തന്നെ ഏറ്റെടുത്ത് സഹിക്കേണ്ടി വരുമെന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. വളരെ ശ്രദ്ധയോടുകൂടെ അത് കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ ഹാൻഡ് ബാഗ് സൂക്ഷിക്കുന്നു, പിന്നെ ലഗേജൊക്കെ എടുക്കുന്നു. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി യാത്രയ്ക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുമക്കളോ അല്ലെങ്കിൽ നമ്മുടെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ പലരുണ്ടാവാം. അപ്പോൾ എപ്പോഴും അസ്വദഖത്തു റദ്ദുൽ ബലായ, സ്വതക്ക ആപത്തിനെ തടയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ കയ്യിൽ നമ്മൾ കരുതി വച്ചേക്കണം. ചെറിയ കുട്ടികളാണെങ്കിൽ 10ൻ്റെ നോട്ടോ, ഇനി വലിയവരൊക്കെ ആണെങ്കിൽ 100 അല്ലെങ്കിൽ 200 രൂപയോ അല്ല 50 രൂപയോ, നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്തെങ്കിലും. അവിടെ കൂടിയിരിക്കുന്ന ചെറിയ മക്കൾക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും പാവങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ഉമ്മയുടെ കയ്യിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉസ്താദുമാരുണ്ടെങ്കിൽ അവരുടെക്കോ എന്തെങ്കിലും സ്വതക്ക പോകുന്നതിന് മുമ്പ്, ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൊടുത്തേക്കാം.
ബർക്കത്തിന് അത് നല്ലതാണ്, ആപത്തിനെ തടയാൻ നല്ലതാണ്. അല്ലാഹു തആല അങ്ങനെയാണ് നമുക്ക് സ്വതക്ക റദ്ദുൽ ബലായ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ സ്വതക്ക കൊടുത്തു. നമ്മളിനി വാഹനത്തിലേക്ക്, നമുക്ക് പോകാനുള്ള വാഹനം അവിടെ ഉണ്ടാവും, വാഹനത്തിലേക്ക് കയറാൻ പോവുക. ഇവിടെ ലഗേജൊക്കെ എടുത്ത് ഓരോരുത്തർ വണ്ടി കയറ്റും, ഹാൻഡ് ബാഗും കാര്യങ്ങളെല്ലാം എല്ലാം എടുത്തു. നമ്മൾ ഇൻഷാ അല്ലാഹ് വീട്ടിൽ നിന്ന് ഇറങ്ങും മുമ്പ് നമ്മൾ ഇതുപോലെ നമ്മൾ ദുആ ചെയ്തു. അത് മാത്രമല്ല മൊത്തത്തിൽ അവിടെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അവിടെ ആ സദസ്സിൽ ദുആ ചെയ്യാം, ഇറങ്ങുന്നതിന് മുമ്പും ദുആ ചെയ്യാം, നല്ലതാണ്. ദുആ ചെയ്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എപ്പോഴും ഇടത് കാൽ വെച്ചിട്ട് തന്നെ ഇറങ്ങണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ചിറങ്ങണം. കക്കൂസിൽ കയറുമ്പോൾ ഇടത് കാൽ വെച്ച് കയറണം. വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാൽ വെച്ച് കയറണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ച് ഇറങ്ങണം. ഓരോന്നിനോരോ കണക്കുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, പിന്നീട് ഇൻഷാ അല്ലാഹ് മറ്റൊരു സ്ഥലത്തിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. ഓരോന്നിനോരോ കണക്കുകളുണ്ട്. പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാൽ വെച്ച് കയറണം. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ച് ഇറങ്ങണം. ഓരോന്നിനോരോ കണക്കുകളുണ്ട്. ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാലിലെ ചെരുപ്പ് ആദ്യം ധരിക്കണം. ചെരുപ്പ് ഊരുമ്പോൾ ഇടത് കാലിലെ ചെരുപ്പ് ആദ്യം ഊരണം. വസ്ത്രം ധരിക്കുമ്പോൾ വലത് കൈ ആദ്യം ഇടണം, വലതു ഭാഗത്തേക്ക് ആദ്യം ഇടണം. പുറത്തേക്കാൾ ഖൈറ് നമുക്ക് വീടാണ്, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ളത്. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാൽ വെക്കണം, കാരണം വീട്ടിലേക്ക് നമുക്ക് തിരിച്ചു വരണം. അതുകൊണ്ട് വീട് നമുക്ക് ഖൈറാണ് ഇൻഷാ അല്ലാഹ്. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് അതിനകത്ത് കിടക്കാത്തത്. അപ്പോൾ ഇടത് കാൽ വെച്ച് ഇറങ്ങുന്നു. ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാലിലെ ചെരുപ്പ് ആദ്യം ധരിക്കണം. അപ്പോൾ ഇടത് കാൽ വെച്ച് ഇറങ്ങിയിട്ട് നമ്മൾ ആ ചെരുപ്പിൻ്റെ മുകളിൽ കാൽ വെച്ച് നിന്നിട്ട് വലത് കാലിൽ ഇറങ്ങിയിട്ട് വലത് കാലിലെ ചെരുപ്പ് ആദ്യം ഇട്ടിട്ട്, അത് സുന്നത്താണ്. അതിലൊക്കെ പ്രതിഫലമുണ്ട്. അത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്, അത് സുന്നത്താണ്. ചെറിയ കാര്യമാണെങ്കിലും വലിയ പ്രതിഫലമുണ്ട്, അതിന് വലിയ പ്രതിഫലമുള്ള സുന്നത്തായ കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം, വളരെ നല്ലതാണ്, ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. അപ്പോൾ വലത് കാലിൽ ചെരുപ്പിട്ടു, ഇടത് കാലിൽ ചെരുപ്പിട്ടു, നമ്മൾ എന്ത് ചെയ്യാണ്? ഇറങ്ങി നടക്കുകയാണ്. ഇറങ്ങി നടക്കുമ്പോൾ അവിടെ ഉള്ളവർക്ക് ഉച്ചത്തിൽ ബാങ്ക് വിളിക്കൽ സുന്നത്തുണ്ട്. കാരണം ദീർഘയാത്ര പോകുമ്പോൾ, ഹജ്ജിന് ഉംറക്ക് എന്ന് പറഞ്ഞാൽ ദീർഘയാത്രയാണല്ലോ, ദീർഘയാത്ര പോകുമ്പോൾ അവിടെ ഉള്ളവർ അവിടെ നിന്നിട്ട് ബാങ്ക് വിളിക്കലൊക്കെ സുന്നത്തുണ്ട്. നമുക്കല്ല, അവിടെ ഉള്ളവർക്കാണ് കേട്ടോ. നമ്മൾ ഇറങ്ങി നടന്നിങ്ങോട്ട് പോകണം. അവിടെ ബാക്കിയുള്ളവർ ഇറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ച് ഇറങ്ങിയാൽ ഉടനെ നമ്മൾ ചൊല്ലണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ടാണ് നാം ഇറങ്ങുന്നത്, ഇടത് കാൽ വെച്ച് ഇറങ്ങുന്നത്. ഈ ദിക്ർ ഉരുവിട്ടുകൊണ്ടായിരിക്കണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ ഉരുവിട്ടുകൊണ്ടാണ് നാം ഇടത് കാൽ വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ തിരുനാമത്തിൽ. തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ നിന്നിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, റബ്ബേ നിന്നിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാനിതാ ഇറങ്ങുന്നു റബ്ബേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ അവന് കാവലാണ്. അവൻ തിരിച്ചു വരും വരെ അവൻ അല്ലാഹുവിന്റെ കാവലിലായിരിക്കും. ഈ ദിക്ർ വിട്ടുകൊണ്ട് റബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ടായിരിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം ഈ ദിക്ർ വിട്ട് പുറത്തിറങ്ങിയതിൻ്റെ ശേഷം 2-3 സ്റ്റെപ്പ് വെച്ചതിന് ശേഷം നമ്മുടെ വലത് കൈയിൻ്റെ ഉള്ളൻ കൈ, ഈ കൈപ്പത്തിയുടെ ഉള്ളൻ ഭാഗം, ഇത് നെറുകയിൽ വെച്ചിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അഊദു ചൊല്ലിയതിന് ശേഷം ബിസ്മി വേണ്ട, സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹായി അവതരിച്ച ആയത്ത് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. പ്രത്യേകിച്ച് യാത്രക്കിറങ്ങുമ്പോൾ ഈ ആയത്ത് നെറുകയിൽ വെച്ച് ഓതിക്കൊണ്ട് ഇറങ്ങിയാൽ ആ യാത്ര സഫലമാകും. ആ യാത്ര സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ അവൻ പോയി തിരികെ വീട്ടിലെത്തുമെന്ന് ഈ ആയത്തിൻ്റെ ഫളായിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഉറപ്പാണ്, യാതൊരു സംശയവും വേണ്ട. ഒരപകടവും കൂടാതെ റാഹത്തായി അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തും. ഈ ആയത്ത് ഓതിയാൽ അതിന് ശ്രദ്ധയിൽപ്പെട്ടതാ. എന്താണ് ആയത്ത്? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഒറ്റവട്ടം ഓതിയാൽ മതി. അത് ഓതുക. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ നടന്നിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ തൊട്ട് മുന്നിൽ കാറോ വാഹനങ്ങൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടാവും. ആ വാഹനത്തിലേക്ക് കയറാൻ നോക്കുകയാണ്. വാഹനത്തിലേക്ക് വലതുകാൽ വെച്ച് കയറി നമ്മൾ
നമ്മൾ നാട്ടുവർത്താനം വീട്ടുവർത്താനം ഒന്നും പറയാനല്ല നമ്മൾ പോണത്. അതുകൊണ്ട് കൊല്യായുൽ കാഫിറൂന ഇദാ ജാ നസ്റുല്ലാഹി ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ ഫലക്ക് നാസ് ഇങ്ങനെയുള്ള സൂറത്തുകളൊക്കെ ഓതൽ സുന്നത്തുണ്ട്. ഇതൊക്കെ ഓതിക്കൊണ്ടിരിക്കുക. അതുപോലെ സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വാഹനത്തിൽ കയറി വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടാൻ തുടങ്ങിയാൽ ആ ദിക്ർ ചൊല്ലുക. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. മുത്ത് റസൂൽ നഗരത്തിലേക്കല്ലേ നമ്മൾ പോണത്, ശുദ്ധമായ മദീനയിലേക്ക്, മക്കത്തേക്ക് മദീനത്തേക്കല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുത്ത് റസൂലിൻ്റെ ഹദറത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ധാരാളം സ്വലാത്ത് നമ്മുടെ കയ്യിലുണ്ടാവണം. മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. കയറ്റങ്ങൾ വരുമ്പോൾ അല്ലാഹു അക്ബർ, കയറ്റം വരുമ്പോൾ അല്ലാഹു അക്ബർ, ഇറക്കം വരുമ്പോൾ സുബ്ഹാനല്ലാഹ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ ശരീരപ്പെട്ടതാ. കയറ്റത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുക, ഇറക്കം വരുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ ശരീരപ്പെട്ടതാണ്. പിന്നെ നമുക്ക് യാത്രയിൽ അമീറുണ്ടാവും. 2 ആൾ യാത്ര പോയാൽ പോലും ഒരാൾ അതിൽ അമീറാകണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. അപ്പോൾ നമ്മുടെ യാത്രക്ക് നമുക്ക് അമീറുണ്ടാവും. ആ അമീറിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായും അനുസരിച്ചു കൊണ്ടായിരിക്കണം യാത്ര ചെയ്യേണ്ടത്, യാത്ര പോകേണ്ടത്. ഇനി നമ്മൾ എയർപോർട്ടിലേക്ക് എത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ ലഗേജൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാ സംഭവങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി മുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലഗേജിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വച്ച കൂട്ടത്തിൽ നമ്മൾ ലഗേജിൻ്റെ കൂടെ നമ്മുടെ കൂടെ കയ്യിൽ കരുതേണ്ട, നമ്മൾ ഇനി നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യാത്ര എന്ന് പറയുന്നത്. യാത്രയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആകെ മാറും. നമ്മുടെ വീട്ടിലും നാട്ടിലും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന അവസ്ഥ എല്ലാ യാത്രയിലുണ്ടാവുക. അത് ഏത് യാത്രയായിക്കോട്ടെ, ഫ്ലൈറ്റിലായാലും കപ്പലിലായാലും ട്രെയിനിലായാലും എങ്ങനെയായാലും ശരി, ഒരു യാത്ര പോവുകയാണോ യാത്രക്ക് യാത്രയുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. യാത്ര എന്ന് പറയുന്നത് അത് അദാബിൻ്റെ ഒരു കഷ്ണാണ്, ശിക്ഷയുടെ ഒരു ഭാഗമാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, യാത്ര എന്ന് പറഞ്ഞാൽ അത് ഒരു ശിക്ഷയാണ്. യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ തരണം ചെയ്യാനുണ്ടാവും. ആ യാത്ര ഹലാലായ ഒരു യാത്രയാണെങ്കിൽ, യഥാർത്ഥ ഒരു യാത്രയാണെങ്കിൽ യാത്രക്കാരൻ്റെ ദുആക്കുത്തരണ്ട്. യാത്രക്കിറങ്ങുമ്പോൾ ദുആക്കുത്തരണ്ട്. എന്താ കാരണം? യാത്രക്കാരൻ്റെ ദുആക്കുത്തരണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനുള്ള കാരണം എന്താ? യാത്രക്കാരൻ വളരെ ക്ഷമാശീലനായിരിക്കണം. ക്ഷമ എന്ന് പറയുന്ന സാധനം നമ്മൾ കൂടെ കൊണ്ട് നടക്കണം, കൂടെ നമ്മൾ കയ്യിൽ കരുതണം, എല്ലാം കയ്യിൽ കരുതണം. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ലഗേജിൽ വെക്കണം. ബ്രഷ്, പേസ്റ്റ്, ചീപ്പ്, സോപ്പ്, തോർത്ത്, ഷേവിംഗ് സെറ്റ്, കത്രിക, നഖം വെട്ടി, ഇതുപോലുള്ള നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ, എണ്ണ, വെളിച്ചെണ്ണ, ഇതുപോലെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ, ഗുളിക, മരുന്നുകളൊക്കെ ഇതെല്ലാം ലഗേജിൽ ഉണ്ടാവണം. പക്ഷെ ഇത് മാത്രം പോരാ പ്രിയപ്പെട്ടവരെ. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എഹ്റാമിൻ്റെ 2 ജോഡി ഡ്രസ്സ്, ഒരു ജോഡി ഡ്രസ്സ്, ഒരു ജോഡി ലഗേജിലും ഒരു ജോഡി ഹാൻഡ് ബാഗിലും വെക്കാൻ പറഞ്ഞല്ലോ. ഈ ഹാൻഡ് ബാഗിൽ വെക്കാൻ പറഞ്ഞ ഡ്രസ്സിനോടൊപ്പം തന്നെ നമ്മൾ കയ്യിൽ കരുതേണ്ടത്, ഉംറക്ക് പോകുമ്പോൾ പുരുഷന്മാർക്ക് കെട്ടാനായിട്ടൊരു ബെൽറ്റ്, ഉംറ ബെൽറ്റ് എന്ന് വെച്ചൊരു ബെൽറ്റ് ഉണ്ടാവും. അത് പല കടകളിലും പല ഷോപ്പുകളിലും കിട്ടും. അത് നിങ്ങൾ നിർബന്ധമായിട്ട് വാങ്ങിക്കണം കേട്ടോ, ഉംറ ബെൽറ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ബെൽറ്റ് നമുക്ക് കെട്ടിയാൽ ആ ബെൽറ്റിൽ നമുക്ക് മൊബൈൽ വെക്കാനും എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഒരു അറകളുണ്ടാവും ബെൽറ്റിൽ. ബെൽറ്റ് നിർബന്ധമാണ്, ബെൽറ്റ് കെട്ടണം. അഥവാ മുണ്ടെങ്ങാൻ നമ്മൾ മുണ്ടെടുക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവും, പാൻറ്റിട്ട് ശീലിച്ചവരൊക്കെ ഉണ്ടാവും. മുണ്ട് കൊടുക്കാൻ അറിയാത്തവരാണെങ്കിലും ആ മുണ്ട് ബെൽറ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്നോളൂ, അല്ലെങ്കിൽ മുണ്ട് ഊരിപ്പോവും. പ്രത്യേകിച്ച് തവാഫും തിക്കും തിരക്കിലൊക്കെ പോകുമ്പോൾ മുണ്ട് ഊരിപ്പോയാൽ കഥ കഴിഞ്ഞു. അതുകൊണ്ട് ബെൽറ്റ് നിർബന്ധമാണ്. ആണുങ്ങൾ ബെൽറ്റ് കെട്ടിയിരിക്കണം. അത് ഉംറയുടെ ബെൽറ്റായി ഇരിക്കാൻ ശ്രദ്ധിക്കുക, അത് നല്ലതാണ്. പിന്നെ മുണ്ടെടുക്കുമ്പോൾ പൊക്കിളിൻ്റെ താഴെയാണ് മുണ്ടെടുത്തെങ്കിൽ ഉംറയുമില്ല, തവാഫുമില്ല, ഒന്നുമില്ല, എല്ലാം ബാത്തിലായി പോകും. ഔറത്ത് വെളിവായല്ലോ. പുരുഷൻ്റെ ഔറത്ത് മുട്ടുപൊക്കിളിൻ്റെ ഇടയാണ്. അപ്പോൾ പൊക്കിളിൻ്റെ മുകളിലാണ് മുണ്ടെടുക്കേണ്ടത്.